എന്നാൽ നീ ശരിക്കും ചിന്തിച്ചിട്ടാണ് അനക്കെന്തോ ഒരു സുഖം തോന്നില്ല. അത് വേണ്ടാത്ത പണിയായിരിക്കും. ഇവിടെ ഞാൻ കുറേ ചിന്തിച്ച്. ഇവിടെ പണിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. പകുതി ദിവസം നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. കല്യാണം, വീട്ടിൽ കൂടൽ, പേരുവിളി, തെയ്യം, അങ്ങനെ നിരവധി കാരണങ്ങളാണ്. ഒരു കൊല്ലത്തിൽ 150 ദിവസം പോലും നമ്മൾ പണിയെടുക്കുന്നില്ല. ഇല്ല. എന്നാ പിന്നെ എനിക്കൊന്ന് പുറത്തേക്ക് എങ്ങനെ നോക്കിക്കൂടെ? ഇതൊരു വല്ലാത്ത തീരുമാനാട്ടാ. ഇവിടെ പുറത്തേക്ക് പോകാനും പൈസ വേണം. പിന്നെ ആടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. ഇവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഓരോ കാരണം പറഞ്ഞ് നമ്മൾ പൈസ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ആടെ ചിലപ്പോൾ കടം മേടിച്ചാൽ പാടേയും കടം. എടാ എന്തു പറഞ്ഞാലും ജയിൽ തന്നെയാ. വീട്ടിലെ സാന്ദ്ര അവിടെ കിട്ടുക. സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടുണ്ടോ? പല കാര്യത്തിലും നമ്മളേലും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലാടും. ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണില്ല. ഇതാകുമ്പോൾ സേഫാ. നമ്മൾ ആരും അന്വേഷിക്കില്ല, ഒന്നും ചെയ്യില്ല. കടക്കാർ ചോദിച്ചു വരില്ല, വീട്ടുകാർ ബുദ്ധിമുട്ടിക്കില്ല. ഒരു 5 കൊല്ലം ആടെ എങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റിയാൽ നമ്മളെല്ലാ ബാധ്യതയും തീരും, അടിപൊളിയാണ്. അത് ശരി, പക്ഷെ എങ്ങനെ? ഏതോ സിനിമയിലെ ജഗതി ഉണ്ട്, നടുറോട്ട് പായി വിരിച്ചിട്ട് അന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഇന്നെ കൊണ്ടുപോകാനാ? പെട്ടെന്ന് അങ്ങ് പിടിച്ചിടല ഇന്ന ഒരു കാരണമില്ലാണ്ട്. എടാ, അതിനുള്ള കൃത്യമായ പ്ലാനിങ് ഞാൻ തയ്യാറാണ്. ഒരു തിരക്കഥ പോലെ ഞാനെല്ലാം കണ്ടീഷനാക്കി. നമുക്കൊരു കളവ് ചെയ്താലല്ലേ പ്രശ്നം. നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കള്ളൻ എന്നുള്ള പേര് അങ്ങനെ ഉണ്ടാവും. അത് മാത്രം 5 കൊല്ലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പെണ്ണ് കേസ് അതൊരിക്കലും ആയുമില്ല, അത് പിന്നെ ആജീവനാണ്. ഈ 2 ഒഴിവാക്കിയിട്ട് കൃത്യൊരു പ്ലാന് ഞാൻ തയ്യാറാക്കും. അപ്പൊ പിന്നെ നീ എന്നാ ഉദ്ദേശിക്കുന്നത്? കൊലപാതക? കൊലപാതകമില്ല, കൊലപാതക ശ്രമം.